ഇങ്ങനെയുള്ള കത്തിനെ നമുക്ക് ഇങ്ങനെ ആക്കിയാലോ? ആദ്യം തന്നെ ഒരു പഴയ കത്തി വേണം. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിന് എത്രത്തോളം പഴക്കുണ്ട് എന്നുള്ളത്. ഇനി ഈ അക്വാ ബ്ലൂ എന്ന് പറയുന്ന പെയിന്റ് കളർ വെച്ചിട്ട് ആ കത്തി ഫുള്ളായിട്ട് ഒന്ന് പെയിന്റ് അടിച്ചെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് എന്നൊക്കെ പറഞ്ഞ നോണായിപ്പോ ആ കത്തി പിടിക്കുന്ന ഭാഗം മാത്രം ഒന്ന് പെയിന്റ് അടിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും ഈ അക്വാ ബ്ലൂ കളർ അടിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ അക്വാ ബ്ലൂ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എല്ലാ കളറിന്റെ പേരൊക്കെ അറിയാമെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. കാരണം വേറൊന്നുമല്ല, എനിക്കറിയില്ല. ഈ പെയിന്റ് വന്ന പെട്ടിമ അതിന്റെ കളേഴ്സിന്റെ പേരുകളൊക്കെ ഉണ്ട്, അത് നോക്കി വായിച്ചതാ. അല്ലാതെ നമുക്ക് എന്ത് അക്വാ ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, അതിൽ കൂടുതൽ ബ്ലൂ ഒന്നും എനിക്കറിയില്ല. ഇനി കുറച്ച് ഓറഞ്ച് കളർ എടുത്ത് അതിൽ കുറച്ച് വൈറ്റും മിക്സ് ചെയ്ത് ഒരു പേസ്റ്റൽ കളർ ആക്കി എന്നിട്ടാണ് അടുത്ത കളർ ചെയ്യണത്. സത്യം പറഞ്ഞാൽ ഇതും എനിക്കിഷ്ടമായി. എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഇത് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഒരു എക്സ്പെക്ടേഷനും ഇല്ലേനി ഇതെങ്ങനെ ആവും എന്നുള്ളതിൽ. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പും കഴിയുമ്പോൾ അടിപൊളിയായി കിട്ടുമ്പോൾ നല്ല സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഓരോ ഒടുക്കത്തെ പൊലിവേനു. പെയിന്റ് അടിച്ച് ഉണങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാനൊരു ആപ്പിളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കഴിച്ചു. ഫസ്റ്റേ അടിപൊളിയായി കിട്ടിയപ്പോഴേ എനിക്ക് തോന്നിയത് അതിനുള്ള കട്ടിങ് ഒക്കെ ഇത് വെച്ചിട്ടാവുമെന്ന്. അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്ന ഭാഗത്തൊന്നും ഞാൻ പെയിന്റ് അടിക്കാഞ്ഞത്. ഞാൻ ഈ പോയിന്റ് ബ്രഷ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പൂവ് വരക്കണത്. പക്ഷെ വരക്കണത് കണ്ട പ്രൊഫഷണൽ തന്നെ. അപ്പൊ പഴയ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം ചെയ്ത് നോക്കിക്കോ. എങ്ങനെയുണ്ട് കത്തി? സെറ്റ് അല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ട കമന്റും ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട.